ഹേ ഹലോ, നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ കാസ്റ്റിംഗ് ഇറങ്ങാണ്. നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം തന്നെയാണ്. നമ്മൾ പക്ഷേ ഇന്ന് വെളുപ്പിനാണ് പോകുന്നത്. വെളുപ്പിനെ ഇഷ്ടംപോലെ മീൻ അടിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. നമുക്കിപ്പോൾ ഇന്ന് മീൻ കിട്ടുമെന്ന് നോക്കിയാലോ. നമ്മുടെ സ്ഥലത്ത് ഇപ്പോഴേക്ക് അത്യാവശ്യം വെട്ടാക്കി വേണം കേട്ടോ. നമ്മൾ നേരെ ചൂണ്ടൊക്കെ വെച്ച് നമ്മൾ ഏറ് തുടങ്ങിയിട്ടാ. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. നമുക്ക് വലിയ സ്ട്രൈക്ക് ഒന്നും കിട്ടിയില്ല. നമ്മൾ നേരെ ഇപ്പോൾ വന്നിരുന്നപ്പോഴേക്കും ഇവിടെ നമുക്ക് ചെറിയൊരു സ്ട്രൈക്ക് കിട്ടി. നമ്മൾ ഉപ്പ് എടുക്കാൻ നോക്കിയാൽ നമ്മുടെ നൂരി പോയി കേട്ടോ. അത് നല്ല വലിയ കാര്യത്തിൽ ഞാൻ ഫ്രോഗ് എടുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് മിസ്സായത്. നമ്മൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് മാറി എറിയാന്ന് വെച്ചു. ഇവിടെ തന്നെ എറിഞ്ഞൊരു കാര്യമില്ല. അങ്ങനെ നമ്മൾ അവിടെ നടന്ന് നേരെ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടാ. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ ഏറ് തുടങ്ങി. നമുക്ക് എറിയുന്ന സ്ട്രൈക്കൊന്നും കിട്ടുന്നില്ല, പക്ഷേ അതിലേക്ക് മറിയുന്ന ആക്ടിവിറ്റി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പുല്ലിൻ്റെ ഇടയിലൊക്കെ ഇട്ട് അവിടെയൊക്കെ നിൽപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഗ്യാപ്പുകൾ കാണുമ്പോൾ അവിടെയൊക്കെ നമ്മൾ എറിഞ്ഞ് നോക്കണ്ട കേട്ടോ. കാരണം അവിടെയൊക്കെ മീൻ നിൽപ്പുണ്ടാവും. രാവിലെ അല്ലേ, നല്ല മഞ്ഞൊക്കെ വരുന്ന സമയമായതുകൊണ്ട് മീനൊക്കെ സൈഡിൽ തീറ്റ തേടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ മീനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എറിഞ്ഞ് നോക്കുന്നത് എവിടെ നിന്ന്, എന്നിട്ടും നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. കുറച്ച് നേരം നമ്മൾ അവിടെ എറിഞ്ഞ് നോക്കിയിട്ട് നമുക്ക് സ്ട്രൈക്കിന് കിട്ടാതെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് നടന്നു കേട്ടോ. നമ്മൾ നേരെ ഇപ്പുറത്തോട്ട് മാറി എറിഞ്ഞിട്ടാ. ഇവിടെ മാറി എറിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അടുത്തൊരു ചെറിയ സ്ട്രൈക്ക് കിട്ടി. കുഞ്ഞു മീനായിരുന്നെന്ന് തോന്നുന്നു. നമുക്ക് ഹുക്കപ്പ് എടുക്കാൻ നോക്കിയിട്ട് അവൻ കയറിയില്ല. അന്നേരം നമ്മുടെ ഇന്ന് മിസ്സായി കേട്ടോ. അവിടെ നമുക്ക് മീൻ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ആദ്യം സ്ഥലത്തോട്ട് വന്നു കേട്ടോ. അവിടെ എറിയാന്ന് വെച്ച് അവിടെ അത്യാവശ്യം ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എറിയാം. ഇവിടെ വന്ന് അധികം നേരം എടുത്തൊന്നുമില്ല കേട്ടോ. അതിന് മുന്നേ നമ്മൾ എറിഞ്ഞപ്പോൾ നമുക്ക് ഒരു സ്ട്രൈക്ക് കിട്ടി. നല്ല സ്ട്രൈക്ക് തന്നെ ആയിരുന്നു. പക്ഷേ കറക്റ്റായിട്ട് അവൻ ഫ്രോഗ് എടുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് ഹുക്കപ്പ് കൊടുക്കാൻ ഒന്നും പറ്റിയില്ല. നമ്മൾ വെറുതെ നിന്ന് പോയി. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒന്ന് ചൂണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഫ്രോഗ് ഇവിടെ ഒന്ന് ഉടക്കി കേട്ടോ. ഇവിടെ ഒരു മരക്കമ്പുണ്ട്. ഈ മരക്കമ്പിൻ്റെ ഇവിടെ ഒരു ഫ്രോഗ് ഉടക്കിയിട്ട് ബ്രൈഡൊക്കെ ആയിട്ട് ചുറ്റിപ്പണി കിടപ്പുണ്ട്. നമ്മുടെ ഫ്രോഗ് ആ ബ്രൈഡാണ് കഴിഞ്ഞ് തുടക്കിയത്. നമ്മളൊരു ഇതിൽ എന്തൊക്കെ കാണിച്ച് നമ്മൾ ആ ഫ്രോഗ് നമ്മുടെ ഫ്രോഗ് നമ്മൾ എടുത്തേട്ടാ. അവിടെ ഒരു ഫ്രോഗ് ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിരിക്കുക. നമ്മുടെ ചേട്ടായി ഉണ്ട്. ചേട്ടാ അപ്പുറം സൈഡിൽ നിൽപ്പുണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് ഫ്രോഗ് എറിഞ്ഞ് ചേട്ടാ കയ്യിലിട്ട് കൊടുത്ത് അപ്പുറത്ത്. ഇനിയിപ്പോൾ അവിടെ ഒരു കയറ കെട്ടിങ്ങനെ നടുക്കൊരു കയറ് കെട്ടി നമ്മൾ എടുക്കാനാണ് നോക്കുന്നത്. നമ്മുടെ ഫ്രോഗ് കയറ കെട്ടിങ്ങി വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫ്രോഗ് വലിച്ച് ഇവിടെ എടുത്ത് നമ്മൾ കയറ് നമ്മുടെ കയ്യിൽ. ഇനിയിപ്പോൾ ഈ കയറ് നമുക്ക് ഇവിടെ കിടക്കുന്ന ഒരു കയറിൽ ഒരു ഉരാക്കൊടുക്ക് കിട്ടാൻ പറ്റില്ല നിർത്താട്ടോ. എന്നിട്ട് നടുക്കത്തുമ്പോൾ വലിച്ച് നമ്മൾ ലോക്കാക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ആ കമ്പ് വലിച്ചെടുക്കാൻ പറ്റുമോ നോക്കോട്ടോ. പൊങ്ങട്ടെ. ഒരു വിധത്തിൽ നമ്മൾ കയറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി നമ്മൾ ലോക്കാക്കിയിട്ടാ. നമ്മളെന്നിട്ട് നേരെ വലിച്ചു നോക്കി. പക്ഷെ ആ കുറ്റി നല്ലപോലെ തറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പോരുന്നില്ല കേട്ടോ. നല്ല ടൈറ്റായിരുന്നു. നമ്മളുള്ള ആരെയും മൊത്തത്ത് വലിച്ചിട്ട് അത് പോരുന്നില്ല കേട്ടോ. നല്ല ഇതിൽ തറഞ്ഞിരിക്കുകയാണ് അത്. കുറേ നേരം നമ്മൾ വലിച്ചു. പിന്നെ നമ്മുടെ ചേട്ടായും കൂടി ഇപ്പുറത്തോട്ട് വന്നു. ചേട്ടായും കൂടി ഇപ്പുറം നമുക്ക് കുറേ നേരം വലിച്ചാൽ നമുക്ക് കിട്ടില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു കമ്പ് സെറ്റ് ചെയ്യട്ടോ. അവിടെ നിന്ന് ഒരു കമ്പ് കിട്ടി. നമ്മൾ ആ കമ്പയിൽ കയറി ഇട്ടിട്ട് കമ്പ് കൂട്ടി വെച്ച് വലിച്ചു നോക്കി. അന്നേരം നമുക്ക് അതിങ്ങനെ കിട്ടി കേട്ടോ. അതിങ്ങനെ പോകുന്നു. അവിടുത്തെ കമ്പ് പറഞ്ഞു പോകുന്നത് കേട്ടോ. പക്ഷെ അത് പോകുന്നെങ്കിൽ നമ്മൾ അപ്പുറത്തൊരു കയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറപ്പുറത്തേക്ക് ചെന്ന് അഴിക്കണം. നമ്മൾ നേരെ ചേട്ടനെ പറഞ്ഞു വിട്ടോ. നമുക്ക് മടിയായിരുന്നു. ചേട്ടാ അപ്പുറം പോയ കയറെ കഴിച്ച് വിട്ട് നമ്മൾ നേരെ ഫ്രോഗ് വലിച്ചു കയറ്റി. ഈ ഫ്രോഗിൻ്റെ ഉടമസ്ഥ എന്തായാലും ഈ ഫ്രോഗ് ഉപേക്ഷിച്ചിട്ട് പോകേണ്ട കേട്ടോ. നമ്മളിത് എടുത്ത് കേട്ടോ. ഇല്ല നമ്മളത് എടുക്കില്ലായിരുന്നു. ഈ ഫ്രോഗ് ഇതിന് മുന്നേ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഞാൻ എന്തായാലും ഈ ഫ്രോഗ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു ഷേപ്പ്, ഒരു ഏരിയൻ്റെ ഷേപ്പ് ഉണ്ട്. എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയ ഒരു നമ്മുടെ ബെണ്ടൻ്റെ ഒരു കാർട്ടൂൺ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഒരു ഏരിയൻ്റെ പടമായിട്ട് ഓർമ്മ വന്നു. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എനിക്ക് തോന്നിയത് ഈ ഒരു ഏരിയനായിട്ടോ. നമ്മളിവിടെ നേരെ അപ്പുറം സൈഡിലോട്ട് കൊണ്ട് പോയാട്ടാ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന സ്ഥലമാണ്. അതുകൊണ്ട് നേരെ ഇവിടെ കൂടി എറിഞ്ഞിട്ട് പോയേക്കാന്ന് വെച്ച്. കാരണം നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ പോയേക്കാന്ന് വെച്ച്. നമ്മളിവിടെ എറിഞ്ഞ് കുറച്ച് ഇറങ്ങിയത് നമുക്ക് ചെറിയൊരു അടി കിട്ടിയിട്ടാ. നമ്മളപ്പോൾ തന്നെ അവനെ വലിച്ചു കുറച്ച് കരക്കിട്ടാ. അത്യാവശ്യം നല്ലൊരു നാടൻ വരൽ തന്നെ, നല്ല മുഴുത്തൊരു നാടൻ വരൽ തന്നെ. നമ്മൾ അവനായിട്ട് നേരെ വീട്ടിലോട്ട് പോയേക്കാന്ന് വെച്ചു. അവിടെ നമുക്ക് കിട്ടിയേക്കണം നല്ലൊരു നാടൻ വരൽ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരെ കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ പോയേക്കാന്ന് വെച്ച്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.